എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിൽ ഈ റീസെൻ്റ്ലി കൊണ്ടുവന്നിരിക്കുന്ന കുറച്ച് ഡിഫിക്കൽട്ട് ചേഞ്ചസിനെ പറ്റി സംസാരിക്കാനാണ് പോകുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്കറിയായിരിക്കാം, UK, അയർലൻഡ്, കാനഡ, സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള രജിസ്റ്റേർഡ് നഴ്സസിന് ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ വളരെ എളുപ്പത്തിൽ ക്യാപ് പ്രോഗ്രാമോ അല്ലെങ്കിൽ കോമ്പിറ്റൻസി എക്സാമോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടെസ്റ്റോ പോലും ഇല്ലാതെ കിട്ടിയിരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു രജിസ്ട്രേഷൻ എടുത്ത് പലരും ടാസ്മാൻ മ്യൂച്വൽ അഗ്രിമെൻറ്റിലൂടെ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എടുത്തിട്ട് ഒരുപാട് ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന ആളുകൾക്ക് ക്യാപ് പ്രോഗ്രാമോ അല്ലെങ്കിൽ ന്യൂസിലൻഡ് കോമ്പിറ്റൻസി എക്സാമോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടെസ്റ്റോ പോലും വേണ്ടി വന്നിരുന്നില്ല. പക്ഷേ ജൂലൈ 1 മുതൽ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ചെറിയത് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് മേജർ ചേഞ്ചാണ്. അപ്പം അവർ ഈ ജൂലൈ 1 മുതൽ ന്യൂസിലൻഡ് നഴ്സിംഗ് ബോർഡ് അവരുടെ വെബ്സൈറ്റിൽ ഒരു സെൽഫ് അസസ്മെൻറ്റ് ടൂൾ എന്ന് പറഞ്ഞൊരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ടൂളിൽ 4 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ആ 4 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തതിൻ്റെ ബേസിൽ നമുക്ക് കോമ്പറ്റൻസി എക്സാം വേണോ എന്ന് അവർ ഡിറ്റർമൈൻ ചെയ്യും, അല്ലെങ്കിൽ നമുക്കൊരു റെക്കമെൻഡേഷൻ തരും. അപ്പോൾ അതിനകത്ത് ആകെ 4 ക്വസ്റ്റ്യനേ ഉള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെൽഫ് അസസ്മെൻറ്റ് ടൂളും ചെയ്ത് നോക്കി. അപ്പോൾ അതിനകത്ത് ഒരു ഷോക്കിംഗ് ന്യൂസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് 4 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിനകത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഓവർസീസ് റെഗുലേറ്ററി അതോറിറ്റിയിൽ രജിസ്റ്റേർഡ് ആണോ അല്ലയോ, അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനകത്ത് ഞാൻ സെലക്ട് ചെയ്തത് ഐ ആം കറൻ്റ്ലി രജിസ്റ്റേർഡ് വിത്ത് ആൻ ഓവർസീസ് റെഗുലേറ്ററി അതോറിറ്റി. ഓക്കെ, അങ്ങനെ സെലക്ട് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ നഴ്സിംഗ് എഡ്യൂക്കേഷൻ, അതായത് ബാച്ചിലേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ ഇനീഷ്യൽ നഴ്സിംഗ് കോഴ്സ് USA, UK, അയർലൻഡ്, സിംഗപ്പൂർ, കാനഡയിൽ ബ്രിട്ടീഷ് കൊളംബിയ അല്ലെങ്കിൽ ഒണ്ടാരിയോ പ്രൊവിൻസുകളിൽ എവിടെയെങ്കിലും ആണോ കഴിഞ്ഞത് അല്ലെങ്കിൽ അല്ലയോ. അപ്പം ഞാൻ ഓട്ടോമാറ്റിക്കലി മോസ്റ്റ് ഓഫ് ദ നഴ്സിംഗ് ഗ്രാജുവേറ്റ്സ് അല്ലെങ്കിൽ UK-യിലും അയർലൻഡും വർക്ക് ചെയ്യുന്ന ആളുകൾ നാട്ടിൽ നിന്ന് പഠിച്ചതിന് ശേഷം UK, അയർലൻഡ് രജിസ്ട്രേഷൻ എടുത്തിട്ട് പോയ ആളുകളാണ്. അപ്പം എന്തായാലും നമ്മുടെ എഡ്യൂക്കേഷൻ അവിടെയല്ല. സോ ബേസിക്കലി ഞാൻ അത് അല്ല എന്ന് സെലക്ട് ചെയ്തു. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡു യു ഹാവ് എ ബാച്ചിലർ ഡിഗ്രി ഇൻ നഴ്സിംഗ് ഓർ ഹയർ, അത് ഉണ്ടോ ഇല്ലയോ. അത് ഉണ്ട് എന്ന് സെലക്ട് ചെയ്തു. അതായത് ഒരു ഓവർസീസ് റെഗുലേറ്ററി ബോഡിയിൽ രജിസ്റ്റേർഡ് ആണ്, പക്ഷേ അവിടെ പഠിച്ചതല്ല. അതല്ലെങ്കിൽ UK, കാനഡ, ലൈക്ക് അയർലൻഡ്, USA അവിടെയൊന്നും പഠിച്ച ആളല്ല. സിംഗപ്പൂർ അവിടെയൊന്നും പഠിച്ച ആളല്ല, പക്ഷേ ഒരു ബാച്ചിലർ ഡിഗ്രി ഉണ്ട്, അതും സെലക്ട് ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1800 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് നഴ്സിംഗ് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ന്യൂസിലൻഡ് നഴ്സിംഗ് കൗൺസിലിൻ്റെ റിക്വയർമെൻറ്റ് നമുക്കറിയാവുന്ന ഒരു റിക്വയർമെൻറ്റാണ് 1800 മണിക്കൂർ വേണമെന്നുള്ളത്. അപ്പോൾ അത് ഉണ്ടെന്ന് സെലക്ട് ചെയ്തു. അപ്പം എനിക്ക് വന്ന ഒരു റെക്കമെൻഡേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, the answer you have given indicate you will have to complete the test of competence, theory exam and clinical exam OSCE to become a registered nurse. So അതിനകത്ത് നമ്മളിപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു 4 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ കറണ്ട് രജിസ്ട്രേഷൻ UK, അയർലൻഡ്, കാനഡ, സിംഗപ്പൂർ ഓർ USA ആണോ എന്ന് ചോദിച്ചിട്ടില്ല. ഇവർക്ക് ആകെ അറിയേണ്ടത് നിങ്ങൾ അവിടെ പഠിച്ച ആളാണോ എന്നുള്ളതാണ്. അപ്പം അതായത് ഇനി മുതൽ നിങ്ങൾ UK, അയർലൻഡ്, ലൈക്ക് സിംഗപ്പൂർ അല്ലെങ്കിൽ കാനഡ, USA രജിസ്റ്റേർഡ് ആയ ഒരു നേഴ്സാണെങ്കിലും അവിടെ 1800 മണിക്കൂർ അവേഴ്സ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ ന്യൂസിലാൻഡ് രജിസ്റ്റേർഡ് ആവണമെങ്കിൽ നാട്ടിൽ നിന്നുള്ള നഴ്സുമാർ ചെയ്യുന്നത് പോലെ തന്നെ കോമ്പിറ്റൻസി എക്സാംസ്, അതായത് തിയറിയും ക്ലിനിക്കലും പാസ്സാവണം എന്നാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ഞാനിതിൻ്റെ ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ഇത് നോക്കി. അപ്പോൾ അതിൻ്റെ അകത്ത് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് നിങ്ങൾ ഈ കൺട്രികളിലൊക്കെ അല്ലെങ്കിൽ സിംഗപ്പൂർ ഒഴിച്ച് ബാക്കിയുള്ള കൺട്രികൾ രജിസ്റ്റേർഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എക്സംഷൻ കിട്ടും, ലാംഗ്വേജ് എക്സംഷൻ ഉണ്ട്. പക്ഷേ ഇപ്പം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കോമ്പിറ്റൻസി എക്സാമോ അല്ലെങ്കിൽ ക്യാപ് പ്രോഗ്രാമോ ഒന്നും ചെയ്യാതെ രജിസ്ട്രേഷൻ കിട്ടാനുള്ള വഴി അടയുന്നതായിട്ടാണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ജൂലൈ 1 ശേഷമുള്ള ആപ്ലിക്കൻസിനാണ് ഇത് എഫക്റ്റീവ് ആവുന്നത് എന്ന് അവർ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. ഇവരുടെ ഈ സെൽഫ് അസസ്മെൻറ്റ് ടൂൾ അനുസരിച്ചിട്ട് ഇതാണ് പുതിയ ചേഞ്ച്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത്, ഞാനിതിൻ്റെ ലിങ്ക്, ഈ സെൽഫ് അസസ്മെൻറ്റ് ടൂള് ആക്സസ് ചെയ്യാനുള്ള ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അതുകൂടാതെ നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ അതിനകത്ത് ഇടാം കേട്ടോ. നിങ്ങൾ താല്പര്യമുള്ളവർ അതിനകത്ത് ജോയിൻ ചെയ്യാം.
അപ്പം നമ്മൾ അറിയാം നഴ്സസിന് വളരെ എളുപ്പത്തിൽ വരാൻ പറ്റുന്ന ഒരു കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഇഷ്ടം പോലെ ആളുകൾ വന്നുകൊണ്ടിരുന്ന ഒരു പാത്വേ ആയിരുന്നു ഇത്. അതായത് ന്യൂസിലാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ ഓസ്ട്രേലിയ എന്തായാലും കിട്ടും. അപ്പോൾ ന്യൂസിലാൻഡ് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും അവിടെ ഓൾറെഡി ക്യാപ്പ് ചെയ്യുന്ന നഴ്സസിന് പോലും ജോലി കിട്ടുന്ന ഒരു അവസ്ഥയുണ്ട്. മാത്രമല്ല നമ്പർ ഓഫ് ഗ്രാജുവേറ്റ്സും കൂടുന്നുണ്ട്. സോ ഇങ്ങനെ ഒരവസ്ഥ വന്നു കഴിയുമ്പം അവർക്ക് ഓവർസീസ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നഴ്സുമാർക്ക് കൊടുക്കുന്ന ഒരു ലൈക്ക് ഐ മീൻ ഓവർസീസ് രജിസ്റ്റേർഡ് ആയ അല്ലെങ്കിൽ ഇപ്പം UK രജിസ്ട്രേഷനുള്ള നഴ്സുമാർക്ക് കൊടുക്കുന്ന ഒരു ലൈക്ക് എക്സെപ്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ചും കൂടെ ക്രീം ഓഫ് ദി ക്രീം ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് കൊടുത്താൽ മതി എന്നുള്ളൊരു പോളിസിയുടെ ഭാഗമായിട്ടായിരിക്കാം ഇങ്ങനെ ചേഞ്ചസ് വന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇനി ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ആളുകൾ മനസ്സിലാക്കുക, ചിലപ്പം നിങ്ങളുടെ ലൈക്ക് ഇതിൻ്റെ അസസ്മെൻറ്റ് ഔട്ട്കം നിങ്ങൾ കോമ്പറ്റൻസി എക്സാം ക്ലിയർ ആവണം എന്നുള്ളതാണ്. നിങ്ങൾ 1800 മണിക്കൂർ ഉണ്ടെങ്കിലും കോമ്പറ്റൻസി എക്സാം ക്ലിയർ ചെയ്യേണ്ടേ വന്നേക്കാം. സോ ഇതൊരു ഭയങ്കര ഡിഫിക്കൽട്ട് ന്യൂസാണ്. കാരണം ഒരുപാട് പേര് ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഒരു പാത്വേ ആയിരുന്നു. അപ്പോൾ ഈ പാത്വേ അങ്ങനെ പെട്ടെന്ന് ക്ലോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം കൂടി അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്, എവറി ആപ്ലിക്കേഷൻ ഈസ് ഇൻഡിവിജ്വലി അസസ്ഡ്. അപ്പം ചില ആപ്ലിക്കേഷൻസിനൊക്കെ ഇതിനകത്ത് ഒരു എക്സെപ്ഷൻ കിട്ടുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ സെൽഫ് ഹെൽപ്പ് ടൂൾ അനുസരിച്ചിട്ട് ഇനി രജിസ്ട്രേഷൻ്റെ ബേസിൽ മാത്രം ക്യാപ്പിനും അല്ലെങ്കിൽ കോമ്പറ്റൻസി എക്സാംസിനും ന്യൂസിലാൻഡിൽ ലൈക്ക് എക്സെപ്ഷൻ കിട്ടില്ല. പിന്നെ ന്യൂസിലാൻഡിൽ നിന്ന് രജിസ്ട്രേഷനുള്ള ആളുകൾക്ക് ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്യാനുള്ള ഇതിനൊന്നും ഒരു മാറ്റമില്ല. ഇപ്പം ന്യൂസിലാൻഡ് ക്യാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ രജിസ്ട്രേഷൻ എടുത്ത ആളുകൾക്ക് അപ്പുറം കിട്ടാനുള്ള ഇതിലൊന്നും ഒരു മാറ്റമില്ല. ആ TTMR പാത്വേക്ക് ഒരു ചേഞ്ചും ഇല്ല കേട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ഇന്നലെ മറ്റോ ഞാനൊരു ഗ്രൂപ്പിൽ കണ്ടിരുന്നു, ഇങ്ങനെ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്ത, ഇതിന് മുന്നേ UK അയർലൻഡ് ബേസിൽ ഇവിടെ അപ്ലൈ ചെയ്ത് ഈ എല്ലാ കാര്യങ്ങളും മീറ്റ് ചെയ്ത ആളുകളോട് ന്യൂസിലാൻഡ് രജിസ്ട്രേഷനിൽ കണ്ടീഷണലി അപ്രൂവ് ചെയ്യാം എന്നുള്ള രീതിയിൽ അവർ ഇമെയിൽ അയച്ചിരുന്നു. അതായത് കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ന്യൂസിലാൻഡിൽ വന്നു കഴിയുമ്പോൾ ന്യൂസിലാൻഡിൽ വർക്ക് ചെയ്യുമ്പം ന്യൂസിലാൻഡിലെ എംപ്ലോയർ നിങ്ങൾക്കൊരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം കൊടുക്കണം, ന്യൂസിലാൻഡ് വർക്ക് പ്ലേസിനെ പറ്റി ഓറിയൻറ്റേഷൻ പ്രോഗ്രാം കൊടുക്കണം എന്നുള്ള ഒരു കണ്ടീഷൻ രജിസ്ട്രേഷൻ്റെ മേലെ അറ്റാച്ച് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലരുടെയും എയിം എന്ന് പറഞ്ഞാൽ ന്യൂസിലാൻഡിൽ വർക്ക് ചെയ്യുക എന്നുള്ളതല്ല, ഓസ്ട്രേലിയക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഈ ഓസ്ട്രേലിയക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ്റെ മേലെ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഓസ്ട്രേലിയയിൽ ലൈക്ക് ഒരു കുറച്ചും കൂടെ ഇലോബറേറ്റ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സ് ആയിരിക്കാം. അത് ചിലപ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, അത് ചിലപ്പം കിട്ടാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഒരു കോമ്പറ്റൻസി അസസ്മെൻറ്റ് പ്ലാനും റിപ്പോർട്ടും നിങ്ങൾ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷന് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. സോ അതുകൊണ്ട് അതും ഒരു ചെറിയ ക്യാച്ചാണ്. അതായത് ന്യൂസിലാൻഡിൽ നിന്ന് വർക്ക് ചെയ്യാതെ ഡയറക്റ്റ് ഓസ്ട്രേലിയക്ക് പോകുന്ന തടയാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു ചെറിയ കണ്ടീഷൻ ആയിരിക്കും. ഇങ്ങനെ കണ്ടീഷൻ ഉണ്ടെങ്കിൽ TTMR പാത്വേയിലൂടെ അപ്ലൈ ചെയ്യുമ്പം കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ന്യൂസിലാൻഡ് ചെയ്യുന്നുണ്ട്. മേ ബി ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ UK നിന്നും അയർലൻഡിൽ നിന്നും രജിസ്റ്റർ ചെയ്ത ഒരു ഭൂരിഭാഗം നഴ്സുമാരും ഒരിക്കലും ന്യൂസിലാൻഡിലോട്ട് പോയിട്ടില്ല. ഓക്കെ, എല്ലാവരും തന്നെ ഓസ്ട്രേലിയക്ക് പോരുകയാണ് ചെയ്തത്. മാത്രമല്ല ന്യൂസിലാൻഡ് ജോലിയില്ല എന്നൊരു പ്രശ്നമുണ്ട്. സോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇങ്ങനെ ചേഞ്ചസ് വന്നിരിക്കുന്നത്. എന്ത് പറഞ്ഞാലും ഇത് വളരെ വിഷമകരമായിട്ടുള്ള ഒരു ചേഞ്ചാണ്. കാരണം പലരും ഓസ്ട്രേലിയ സ്വപ്നം കണ്ടിട്ട് UKക്കും അയർലൻഡിനും മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം അവർക്ക് അവിടുന്ന് ഇപ്പോൾ ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്യാൻ ഉള്ള പ്രോസസ്സിൽ വലിയൊരു ഒരു ഹിൻഡ്രൻസ് ആണ് ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വലിയൊരു പ്രതിബന്ധമാണ് ഈ എക്സാം എന്ന് പറയുന്നത്. അതായത് നിങ്ങളിപ്പം കോമ്പറ്റൻസി എക്സാമിൽ ക്ലിനിക്കൽ എക്സാം ക്ലിയർ ചെയ്യാനൊക്കെ നിങ്ങൾ ന്യൂസിലാൻഡിൽ പോകേണ്ടി വരും. ഓക്കെ, അപ്പോൾ OSCE ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതൊക്കെ അത്ര കുറച്ച് പ്രാക്ടിക്കൽ ആയിരിക്കില്ല എല്ലാവർക്കും. സോ അങ്ങനെ ഈസി ആയിട്ട് രജിസ്ട്രേഷൻ കിട്ടും എന്ന് പറഞ്ഞൊരു സംഭവം മാറിയിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം ഓസ്ട്രേലിയ ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ള നഴ്സുമാർക്ക് കുറച്ചും കൂടെ ബെറ്റർ ഓപ്പർച്യൂണിറ്റി തരാൻ സാധ്യതയുണ്ട്. കാരണം ആ ഒരു ഒഴുക്ക് ഇനി അങ്ങോട്ട് കുറയും. ഓക്കെ, അതായത് ഈ ബൾക്കായിട്ട് ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ട് ഒരുപാട് പേര് രജിസ്റ്റേർഡ് ആയി കഴിയുമ്പം നിങ്ങൾക്ക് PR കിട്ടാനുള്ള ചാൻസും അല്ലെങ്കിൽ വർക്ക് കിട്ടാനുള്ള ചാൻസസും ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം കോമ്പറ്റീഷൻ കൂടും. പക്ഷേ ഇനിയിപ്പം കോമ്പറ്റീഷൻ കുറച്ച് കുറയാൻ സാധ്യതയുണ്ട്. ഓൾറെഡി രജിസ്റ്റേർഡ് ആയ നഴ്സസിന്, അതായത് ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കിട്ടി ഓസ്ട്രേലിയക്കോ ന്യൂസിലാൻഡോ ഒക്കെ വരുന്ന നഴ്സുമാർക്ക് കുറച്ചും കൂടി ഒരു ഈസിയർ ആയിട്ട് ജോബിലേക്ക് എത്തിപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം ഇത് ആപ്ലിക്കൻസിൻ്റെയും അല്ലെങ്കിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള ആളുകളുടെ പൂൾ എന്തായാലും കുറയും. ഈ കോമ്പറ്റൻസി എക്സാം വേണമെന്നൊരു ക്രൈറ്റീരിയ വന്നു കഴിഞ്ഞാൽ അത് അത്ര ഈസി ആയിട്ട് വന്ന് ചെയ്യാൻ പറ്റില്ല. ഇതുവരെ ചെയ്യുന്നത് പോലെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റിയതെന്നല്ല, ചിലർക്ക് പ്രാക്ടിക്കലി അത് പോസിബിൾ ആയിരിക്കാം. ന്യൂസിലാൻഡിൽ പോയി ആ കോമ്പറ്റൻസി എക്സാം ക്ലിയർ ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആയിരിക്കാം. പക്ഷേ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് അത് ചെയ്യാൻ സാധ്യത കുറവാണ്.
സോ അതുകൊണ്ട് തന്നെ ഓൾറെഡി രജിസ്റ്റേർഡ് ആയ നഴ്സുമാർക്ക് നല്ല ന്യൂസാണ്. പക്ഷേ ഇനിയിപ്പോൾ രജിസ്ട്രേഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഇതുവരെ ആപ്ലിക്കേഷൻ ലോഡ് ചെയ്യാത്ത ജൂലൈ 1 വരെ ലോഡ് ചെയ്യാത്ത ആളുകൾക്ക് ഇതൊരു ബാഡ് ന്യൂസാണ്. സോ ഇനിയിപ്പം നമുക്ക് ഇങ്ങനത്തെ അപ്ഡേറ്റ്സായിട്ട് വീണ്ടും വീഡിയോസായിട്ട് വരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കയറിയിട്ട് ലിങ്ക് നോക്കുക കേട്ടോ. ആ ലിങ്കിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു ടൂള് ആക്സസ് ചെയ്യാം. നിങ്ങൾക്ക് തന്നെ ഇത് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വെരിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. താങ്ക് യു.